ദൈവനാമത്തിന് മഹത്വമുണ്ടായി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടത് സോളമന് പ്രത്യക്ഷപ്പെട്ട ദൈവത്തെ കുറിച്ച്. അത് പഴയ നിയമത്തിൽ. ഇനി നമ്മൾ പുതിയ നിയമത്തിലൂടെ നമ്മൾ വചനത്തിൽ കാണിക്കുക ദൈവം പ്രത്യക്ഷപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മഗ്ദല മറിയം ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരുന്നപ്പോൾ തന്നെ ശൗര്യത്തിൻ്റെ സമയത്തിൽ വന്നു. ശൗര്യത്തിൻ്റെ കല്ല് മാറ്റമിടുന്നതായി അവൾ കണ്ടു. അവളുടനെ ഓടി ശിമയോൻ പത്രോസിനെയും യേശു സ്നേഹിച്ച മറ്റേ ശിഷ്യൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റി. എന്നാൽ അവരെവിടെ വെച്ചു ഞങ്ങൾക്ക് അറിഞ്ഞു. പത്രോസും യേശു സ്നേഹിച്ച ശിഷ്യനാരാ? യോഹന്നാൻ. ഇവർ വന്ന് നോക്കിയപ്പോഴും ആരെ കണ്ടില്ല? യേശുവിനെ കണ്ടു. ഇവരെല്ലാം വന്ന് നോക്കിയിട്ട് തിരിച്ചുപോയി. പക്ഷെ തിരുവചനം ഇങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കേണ്ടതായിരുന്നുവെന്ന് തിരുവചനത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അത് മനസ്സിൽ അവരെന്ത് ചെയ്യുന്നില്ല, ഓർക്കുന്നില്ല. ഇതാ വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായം 11 മുതലുള്ള വാക്യത്തിൽ മഗ്ദല മറിയത്തിന് യേശു പ്രത്യക്ഷപ്പെടുന്നു. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കടലിലേക്ക് നോക്കി. വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വെച്ചെടുത്ത് ഒരുവൻ തലയ്ക്കലും ഇതിരൻ കാൽക്കലും ഇരിക്കുന്നത് അവൾ കണ്ടു. അവൾ ചോദിച്ചു, സ്ത്രീ, നീ എന്താണ് കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവരെടുത്തുകൊണ്ട് പോയി. അവരവനെ എവിടെ വെച്ചിരിക്കുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോഴും അവൾ അറിയുന്നില്ല യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് അവൾ എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. അപ്പോഴും ദൂതന്മാരോട് പറഞ്ഞ എന്താ? ആരോ യേശുവിനെ എന്ത് ചെയ്തു? എടുത്തുകൊണ്ട് പോയി. അതെവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും നമ്മുടെ ആത്മീയമായ കണ്ണുകൾ തുറന്നെങ്കിലേ യേശുവിനെ കാണാൻ എന്ത് ചെയ്തല്ലോ സാധിക്കും. ആത്മീയ കണ്ണ് തുറക്കണം. അത് നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 24 അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുമ്പോൾ യേശു അവരുടെ കൂട്ടത്തിൽ 3-ാമതൊരുവനായി അവരുടെ കൂടെ ചേർന്നു. അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ സംസാരിക്കുന്നേ? നീ വെട്ടുകാരനല്ലേ? നീ ഇതറിഞ്ഞില്ലേ? യേശുക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമെന്നൊക്കെ നിനക്ക് അറിയത്തില്ലേ? അവനൊന്നും അറിയാത്ത ഭാഗം നടിച്ച് അവരോട് കൂടി. അവസാനം അന്ന് രാത്രി യേശു അവരോട് കൂടി. അത്താഴ സമയത്ത് അപ്പം മുറിച്ച് അവർ കൊടുത്തപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അപ്പോൾ അവർ ആരെ തിരിച്ചറിഞ്ഞു? യേശുവിനെ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവർ പരസ്പരം പറയുന്നുണ്ട്, നമ്മൾ ദൈവത്തെ കണ്ടപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയേ, ദൈവത്തെ കണ്ടപ്പോൾ, ദൈവത്തെ തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ ഹൃദയം എന്ത് ചെയ്തു? ജ്വലിച്ചു. ജ്വലനമുണ്ടായി.
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ കാണുമ്പോൾ എന്തുണ്ടാവും? ജ്വലനം ഉണ്ടാവും. നമ്മളുടെ ആത്മാവ് എന്ത് ചെയ്യും? ജ്വലിക്കും, കത്തും. പ്രിയ ദൈവമക്കളെ, ഒരു ആത്മീയമായ കത്തൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. നമ്മൾ വീണ്ടും മഗ്ദല മറിയത്തെ കാണുക. ഇതൊക്കെ പറഞ്ഞിട്ട് മഗ്ദല മറിയം പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ യേശു നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അത് യേശു ആണെന്ന് അവൾക്ക് എന്ത് ചെയ്തില്ല, മനസ്സിലായില്ല. തോട്ടക്കാരിൽ നിന്നാ അവൾ എന്ത് ചെയ്തത്? വിചാരിച്ചു. യേശുവോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭുവേ, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചെന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പൊക്കോളാം. നോക്കിയേ, ഒരു സ്ത്രീക്ക് മരിച്ച ഒരു പുരുഷൻ്റെ ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ല. എന്നുവെച്ചാൽ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഡെഡ് ബോഡിക്ക് ശക്തിയുണ്ട്, എന്നുവെച്ചാൽ ആരോഗ്യമുണ്ട്. ഒരാൾക്ക് തന്നെ എടുത്തുകൊണ്ട് പോകാനായിട്ട് എന്ത് ചെയ്തില്ല, പറ്റില്ല. അപ്പോൾ അവള് പറയുക, എൻ്റെ യേശുവിനെ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് പോകും. അത്രയ്ക്ക് തീഷ്ണതയാ അവളെ ഹൃദയത്തിൽ. ആരെ കാണാൻ? യേശുവിനെ കാണാനുള്ള തീഷ്ണത. എന്നാലും ചോദിക്കേ, നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ദൈവത്തെ കാണാനുള്ള തീഷ്ണത ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടാകണം. തീഷ്ണത ഉണ്ടെങ്കിലേ നമുക്ക് ദൈവത്തിൽ പിടിച്ചു നിൽക്കുവാൻ എന്ത് ചെയ്യത്തുള്ളൂ, സാധിക്കും. തീഷ്ണത ഇല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ദൈവത്തെ കാണാൻ എന്ത് ചെയ്തില്ല, സാധിക്കും. എന്തെല്ലാം കഷ്ടങ്ങൾ വന്നാലും നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യരുത്, തള്ളി പറയരുത്. പത്രോസ് യേശുവിനെ തള്ളി പറഞ്ഞു. നമ്മളും അതുപോലെ പ്രതികൂലങ്ങൾ വരുമ്പോൾ യേശുവിനെ എന്ത് ചെയ്യില്ലേ, തള്ളി പറയും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകൾ അതിൽ ഒരു കഷ്ടതയെക്കുറിച്ച് നിങ്ങളോട് പങ്കുവെക്കാം. ഞാൻ വിശ്വാസി വന്നു കഴിഞ്ഞ് ഞങ്ങളടുത്ത് ഒരു അമ്മച്ചിയുണ്ട്, കോസലാമ്മച്ചി എന്ന് പറയും. ആ അമ്മച്ചിക്ക് കുറച്ചു നേരം പോയിരുന്ന് വചനം പറഞ്ഞു കൊടുക്കുകയും അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ എല്ലാ ദിവസവും ചുമ്മാ ഇരിക്കുമ്പോൾ 4 മണി കഴിഞ്ഞ് ഞാൻ ചുമ്മാതെ അമ്മച്ചിയെ വിളിച്ചു. അമ്മച്ചി ഹൈന്ദവ സ്ത്രീയാണ്. അമ്മച്ചി ബ്രാഹ്മണന്മാർ, ഭട്ടന്മാർ. അമ്മച്ചി ഇതുപോലെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് ട്രെയിനിൽ വരുമ്പോൾ ഈ അമ്മച്ചിയെ വേറൊരമ്മച്ചി കണ്ട് കൂട്ടിക്കൊണ്ട് അവർ വീട്ടിൽ വന്ന് സ്വന്തം വീട് പോലെ താമസിപ്പിച്ച് അവിടെ കഴിയുന്ന സമയത്ത് ഈ അമ്മച്ചിയെ ഞങ്ങൾ ഒരു ധ്യാനത്തിൽ ഞങ്ങളെല്ലാവരും പോകുമ്പോൾ ഈ അമ്മച്ചിയെ പരിചയപ്പെട്ട് അങ്ങനെ ഞാൻ അമ്മച്ചിയുടെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കുകയും വചനം പങ്കുവെക്കുക ചെയ്യും. ഞാനിങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാൻ ദർശനത്തിൽ ഇങ്ങനെ കാണുക, ചോരത്തുള്ളി, രക്തത്തുള്ളി ഇങ്ങനെ കാണുക. അപ്പം ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, ഞാൻ പോകുന്ന വഴിക്ക് എന്തോ ഒരു കഷ്ടത വരാൻ പോകുന്നുണ്ട്. അത് ദൈവം മുൻകൂട്ടി എന്നോട് പറഞ്ഞു തന്നിരിക്കുക. അതുകൊണ്ട് അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം അമ്മച്ചി അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ എൻ്റെ വീട്ടിൽ പോകാൻ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു വരിക. 2 പേര് സ്കൂട്ടറിൽ വന്ന് ഒരു കാളെ അടിക്കുന്ന ചാട്ട കൊണ്ട് എന്നെ അടിച്ചു. ഞാനൊരു 5 മിനിറ്റ് അവിടെ മരവിച്ച് റോഡിൻ്റെ നടുക്ക് നിന്നുപോയി. ഈ കാളെ അടിച്ച ചാട്ട എൻ്റെ ദേഹത്തു നിന്ന് അഴിഞ്ഞ് മാറിയില്ലായിരുന്നെങ്കിൽ പിറകിൽ നിന്ന് വരുന്ന വണ്ടി എന്നെ ഇടിച്ച് തെറിപ്പിച്ച് ഞാൻ ഈ ലോകത്തിൽ നിന്നേ മാറ്റപ്പെട്ട് പോകുവാൻ. അങ്ങനെ ദൈവം വലിയ അത്ഭുതം അവിടെ പ്രവർത്തിച്ചു. അങ്ങനെ ദൈവം മുൻകൂട്ടി പറഞ്ഞു തന്നതുകൊണ്ട് എനിക്ക് എന്നെ ദൈവം എന്ത് ചെയ്തു, രക്ഷപ്പെടുത്തി. അപ്പം ഞാൻ എന്തിനാ നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ,
നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ദൈവത്തെ മറന്നു പോകില്ല. നമ്മൾ ദൈവത്തെ മുറുകെ പിടിക്കും. നമുക്ക് മുൻകൂട്ടി ദൈവം ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ദൈവം എന്നോടും എൻ്റെ മകളോടൊക്കെ പറഞ്ഞു. അത് ഞാൻ പല സമയങ്ങളിലായിട്ട് നിങ്ങൾക്ക് പങ്കുവെക്കാം. അപ്പോൾ ഇവിടെ മറ്റുള്ള മറിയത്തിന് യേശു പ്രത്യക്ഷപ്പെട്ട കാര്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കിയേ, യേശുവിനെ അവൾ എടുത്തുകൊണ്ട് പോകാമെന്നോ ഡെഡ് ബോഡി എടുത്തുകൊണ്ട്. ഒരു സ്ത്രീക്ക് ഒരിക്കലും ഒരു ഡെഡ് ബോഡി എടുത്തുകൊണ്ട് പോകാൻ സാധിക്കില്ല. എന്നാലും അവിടെ ആത്മാർത്ഥത, അവിടെ ദൈവത്തിലുള്ള വിശ്വാസം അത് നമ്മളിന്ന് വചനത്തിൽ കാണിക്കുക. യേശു അവളെ വിളിച്ചു മറിയാം. അവൾ തിരിഞ്ഞ് റബ്ബാനി എന്ന ഹെബ്രിയ ഭാഷയിൽ വിളിച്ചു. ഗുരു എന്നാണ് അതിൻ്റെ അർത്ഥം. യേശു പറഞ്ഞു, നീ എന്നെ തടഞ്ഞു നിർത്താനില്ല. എന്നാൽ ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്ത് ഇതുവരെ കേട്ടിട്ടില്ല. ഇവിടെ തന്നെ കഴിഞ്ഞ പിന്നെ ഞാനിതുവരെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോയിട്ടില്ല. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തന്നോട് സംസാരിക്കുന്ന ഈ ആള് ആരാണ്? യേശു. എന്താ യേശു അവൾക്ക് മറ്റൊരു വലയത്തിന് പ്രത്യക്ഷപ്പെട്ടു. വീണ്ടും നമ്മൾ യോഹന്നാൻ സുവിശേഷം 20 അധ്യായത്തിൻ്റെ 19 വാക്യത്തിൽ കാണുന്നുണ്ട്. ആഴ്ചയുടെ ആദ്യത്തെ ദിവസം ശിഷ്യന്മാർ വൈകിട്ട് യഹൂദന്മാരെയൊക്കെ ഭയന്ന് കതവടച്ച് ഇരിക്കുക. അപ്പോൾ യേശു അവിടെ മധ്യത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞിട്ട് തൻ്റെ കൈകളും പാർശ്വങ്ങളും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. എന്തിനാ പാർശ്വവും കൈയൊക്കെ കാണിച്ചു കൊടുത്തത്? യേശുവിനെ കുരിശിൽ തലച്ചതിൻ്റെ ആണിപ്പാട്, പാർശ്വത്തിലാ കുന്തം കൊണ്ട് കുത്തിയത്. ഇതൊക്കെ യേശു കാണിച്ചു കൊടുത്തു. എന്തിനാ? ശിഷ്യന്മാർ ഇത് യേശുവാണ് എന്ന്, തൻ്റെ ഗുരുവാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നോക്കിയേ, പുതിയ നിയമത്തിൽ യേശു അവർക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. പഴയ നിയമത്തിൽ സോളമനൊക്കെ ദൈവത്തിൻ്റെ സ്വരമേ കേട്ടുള്ളൂ. അത് ഇടിമുഴക്കത്തിലും മേഘത്തിലും മിന്നൽ പിണലിലും അഗ്നിയിലൊക്കെയാ അവരത് കണ്ടത്. അനന്തരം ദൈവത്തെ ശരിക്കും സ്വരം മാത്രമേ അവരെന്ത് ചെയ്യുന്നുള്ളൂ, കേട്ടു. പക്ഷെ ഇവിടെ സ്വരമല്ല, ഇവിടെ നേരിട്ട് ശിഷ്യന്മാർക്ക് യേശു എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടു. യേശു തനിക്ക് പ്രത്യക്ഷപ്പെട്ടെന്ന് ശിഷ്യന്മാരെ തോമസിനോട് പറഞ്ഞു. തോമസ് എന്ന് ഇവരുടെ കൂടുതൽ ഇല്ലായിരുന്നു. പക്ഷെ തോമസ് ഇത് പറഞ്ഞ് വിശ്വസിച്ചില്ല. തോമസ് എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ ആണിപ്പഴുതിൽ വിരലിട്ടെങ്കിൽ മാത്രമേ ഞാൻ എന്ത് ചെയ്തുള്ളൂ, വിശ്വസിക്കുള്ളൂ. അങ്ങനെ തോമസിനും യേശു എന്ത് ചെയ്തു? പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ യേശു പ്രത്യക്ഷപ്പെട്ട് തൻ്റെ ആണിപ്പഴിയുള്ള കൈ കാണിച്ചു പറഞ്ഞു, നീ നിൻ്റെ കൈ കൊണ്ടുവന്ന് വിരൽ കൊണ്ടുവന്ന് എൻ്റെ ആണിപ്പഴിയിൽ ഇടും. അപ്പോൾ അവൻ മനസ്സിലായി ഇത് ദൈവമാണ്, യേശുവാണ്. അപ്പോൾ അവൻ പറയുക, എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്നവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുക? വിളിക്കുക. അപ്പോൾ അവനത് യേശുവിനെ കണ്ട് വിശ്വസിക്കും. യേശു പറഞ്ഞു, നീ എൻ്റെ ഭാഷ്യത്തിൽ വിരലിട്ട് നോക്കിയത് കൊണ്ടാണ് നീ എന്ത് ചെയ്തത്? വിശ്വസിച്ചത്. അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്തില്ല? വിശ്വസിച്ചില്ല. നീ അവിശ്വാസിയാകാതെ വിശ്വാസിയാകാൻ തോമസിനോട് പറയും. ഈ തോമസാണ് പിന്നീട് ആരായി മാറിയത്? തോമസ് ലേഖിയായിട്ട് മാറി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ആര് പ്രത്യക്ഷപ്പെടും? യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. വീണ്ടും യോഹന്നാൻ സുവിശേഷം 21 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി കഴിയുമ്പോൾ ശിഷ്യന്മാർക്ക് ജീവിക്കാൻ വഴിയില്ല. അവർ വീണ്ടും വെള്ളവും വലയെടുത്തുകൊണ്ട് ഇറങ്ങി. അന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും അവരൊന്നും ഒരു മത്സ്യം പോലും കിട്ടി.
യേശു വീണ്ടും അവർക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, നിങ്ങൾ വെള്ളത്തിൻ്റെ വലവശത്തേക്ക് വലയിടുക, അപ്പോൾ നിങ്ങൾക്ക് പെരുത്ത മീനെ കിട്ടും. ദൈവത്തിൻ്റെ വാക്കിനാൽ അവരെന്ത് ചെയ്തു? വലയിട്ടു. പെരുത്ത മീനെ കണ്ടേ. അപ്പോൾ പത്രോസ് പറയുക, ഇത് കർത്താവ്. താൻ നഗ്നനാണെന്ന് മനസ്സിലാക്കി അവനെന്ത് ചെയ്തു? കടലിലേക്ക് ചാടിയില്ല. മറ്റേ ശിഷ്യന്മാരെന്ത് ചെയ്തു? അവര് വലയിൽ അവരുടെ മത്സ്യത്തെ വലിച്ചുകൊണ്ട് കരയ്ക്ക്. യേശു പറഞ്ഞു, അതിൽ കുറച്ച് മത്സ്യം എടുത്തുകൊണ്ട് വരിക. യേശു കരയിൽ തീ കൂട്ടി അതിലേക്ക് മത്സ്യം കൊണ്ടുവന്ന് ഇട്ടു. അവരത് ഭക്ഷിച്ചു. അതാരാണെന്ന് ശിഷ്യന്മാർ പിന്നെ ചോദിച്ചില്ല. കാര്യം എന്താ? അത് യേശുവാണെന്ന് അവർ തിരിച്ച് അറിഞ്ഞു. ഇത് ഈ മത്സ്യം എത്ര ഉണ്ടായിരുന്നു? 153 മത്സ്യം ഉണ്ടായിരുന്നു. ഈ 153 മത്സ്യത്തെ എടുത്തു പറഞ്ഞാണ് 153 മണി ജപമാല പ്രാർത്ഥന നമ്മൾ ചെയ്യും. അങ്ങനെയാ നമ്മൾ മാതാവിൻ്റെ മാധ്യസ്ഥയിൽ 153 മണി ജപം ചെയ്യുന്നത്. 153 മത്സ്യം അത് കണക്കൂട്ടുക ചെയ്തുകൊണ്ടിരിക്കും. അത് ഒത്തിരി വ്യാഖ്യാനം ജപമാലയുണ്ട്. എങ്കിലും എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടും. ഈ യേശു നമ്മുടെ ജീവിതത്തിൽ പ്രത്യക്ഷപ്പെടാൻ നമ്മൾ ഇന്നു മുതൽ എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. നമ്മൾ യേശുവിനെ അന്വേഷിക്കുക. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യുക? കണ്ടെത്തുക. അതാ നമ്മുടെ ജീവിതത്തിലെ ആവശ്യം. ഒരു നിമിഷം കൂടെ നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോയെ ഈശോയെ കർത്താവേ മഹത്വം, മഹത്വം. ദൈവമേ, നീ ഇന്ന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നീ പ്രത്യക്ഷപ്പെടുന്നത്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും ദൈവത്തെ കാണുവാൻ കൃപ ചൊരിയണമേ. എല്ലാ മക്കളും ദൈവത്തെ കണ്ട് സന്തോഷിക്കാൻ ഇടയാ. മന്ദലമയത്തിനും ശിഷ്യന്മാർക്കും പത്രോസിനും യോഹന്നാനും തോമാശ്ലീഹായ്ക്കും പ്രത്യക്ഷപ്പെട്ട ദൈവം ഞങ്ങളുടെ ജീവിതത്തിലും പ്രത്യക്ഷപ്പെടണമേ. സാബൂളിന് പ്രത്യക്ഷപ്പെട്ട ദൈവം ഞങ്ങളുടെ ജീവിതത്തിലും പ്രത്യക്ഷപ്പെടും. സാബൂൾ ദൈവത്തെ കണ്ടു കഴിഞ്ഞപ്പോൾ സാബൂൾ ആരായി മാറി? പൗലോസായി മാറി. അപ്പോസ്തലപ്രവൃത്തി 9 അധ്യായം വായിക്കുമ്പോൾ നമ്മളിന്ന് കാണുന്നുണ്ട്. സാബൂൾ ആരെ കണ്ടു? ദൈവത്തെ കണ്ടു. അവൻ ക്രിസ്ത്യാനിയെ പീഡിപ്പിച്ച വ്യക്തിയായിരുന്നു. അവനെ ദൈവം കുതിരക്കടുത്ത് തള്ളിയിട്ടു. അവൻ ചോദിച്ചാൽ, അങ്ങ് ആരാണ്? നീ പീഡിപ്പിക്കുന്ന യേശു. അവൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. അങ്ങനെ അനനിയാസിനെ അയച്ച് ദൈവം ശൗലിന് കണ്ണെ തൊട്ട് പ്രാർത്ഥിച്ചു. അവൻ്റെ കണ്ണിൽ നിന്ന് മീൻ ജലമൊരു പോലെ എന്തോ പോയി. ആ നിമിഷം അവൻ്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു. അന്ന് മുതൽ അവൻ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാൻ ഇറങ്ങി. ഇതുപോലെ നമ്മൾ ദൈവത്തെ കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇറങ്ങണം. ദൈവത്തെ നമ്മൾ ഇന്ന് കാണണം. അതുകൊണ്ട് ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നാടിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ എത്രയോ മക്കള് കാലപ്പെടുന്നു. അവരുടെ ജോലി വരുന്നത് യുവാപ്രായമായ യുവതികളെ തലസ്വരമായി. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ, രോഗികളായി കഴിയുന്ന എല്ലാ മക്കളും സൗഖ്യം. യുവാപ്രായമായ യുവതിമക്കളുടെ തലസ്വരങ്ങൾ മാറ്റി. സ്വന്തമായിട്ട് ഒരു വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക. വഴിയില്ലാത്തവർക്ക് വഴി കൊടുക്കണേ. വെള്ളമില്ലാത്തവർക്ക് വെള്ളം കൊടുക്കണേ. ഈ ചൂടുള്ള കാലാവസ്ഥയെ മാറ്റി മഴ നൽകി അനുഗ്രഹിക്കണമേ. ദൈവം എല്ലാ വൈദികരെയും ഞങ്ങളുടെ മാർപ്പാപ്പയെയും ദൈവമേ എല്ലാ തിരുമേനിമാരെയും സിസ്റ്റേഴ്സിനെയും എല്ലാവരെയും ദൈവനെ അനുഗ്രഹിക്കണം. ദൈവമേ, യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ മക്കളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഇവർക്കെല്ലാം ദൈവം ഈ രാത്രിയിൽ
പ്രത്യക്ഷപ്പെട്ട് ഇവരെ അനുഗ്രഹിക്കണം. കടവചനം 30, 60, 100 മേനി വെള്ളം നൽകി ഇവരെ അനുഗ്രഹിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന നീ ശ്രദ്ധ വെച്ച് കടലായി സ്തോത്രം മാനവും മാറ്റുപിടിക്കണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തന്നെ